അടിപൊളിയായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ മലപ്പുറമാണ്, കൊല്ലത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ് അങ്ങനത്തെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ പടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയത്. ബേസിലെ സജിന ലിജോ മോള് എല്ലാവരും കലക്കിയിട്ടുണ്ട്. സജിൻ ഒരു വാഗ്ദാനമായിട്ട് തീർന്നിരിക്കും കേട്ടോ മലയാള സിനിമയ്ക്ക്. അടിപൊളിയായിരിക്കും. ഇനി പുള്ളിയുടെ കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കിടിലനാണ്. കിടിലം എന്ന് വെച്ചാൽ ഒരു ബോറിംഗ് ഇല്ല. ഇൻട്രോയിൽ ഒരു ചെറിയൊരു എന്തോ തോന്നുന്നു. ഇൻട്രോയിൽ കഴിഞ്ഞ് പടം വേറെ ലെവലായി. സൂപ്പർ പടമാണ്, അടിപൊളി പടമാണ്. ബേസിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പണിയെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഫൈറ്റ് നല്ല എന്താ പറയുക, വേറൊരു ബേസിൽ നമ്മൾ കാണാം. അടിപൊളി നല്ല കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് കൈയടിക്കാനുള്ള കുറേ വകുപ്പൊക്കെ ഉണ്ട്. അല്ല ഗൈസ്, യൂട്യൂബ് എൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാൻ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ബേസിൽ ജോസഫിന് പുറമെ സജിൻ ഗോപു, ലിജോ മോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമാകുന്നുണ്ട്. അപ്പോൾ പൊന്മാൻ്റെ റിവ്യൂലോട്ട് പോകാം. നിങ്ങൾ ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ പൊന്മാൻ മൂവിയുടെ റിവ്യൂലോട്ട് പോകാം. ഇത് ഒരു കഥയേക്കാൾ എല്ലാം ഉപരി ബേസിലിൻ്റെ പെർഫോമൻസ് ആവട്ടെ. ബേസിൽ ഇതിനകത്ത് നിറഞ്ഞ ആടുവാണ് ആദ്യം തൊട്ട് അവസാനം വരെ. കിട്ടിലായിട്ടൊരു ബേസിലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് മുമ്പൊരു ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. കൈയടിയായിരുന്നു, അടിപൊളി കൈയടിയായിരുന്നു തിയേറ്ററിൽ. ഓരോ ഡയലോഗ് എന്ന് വെച്ചാൽ ആൾക്കാർ ആ കുറുക്കി കൊള്ളുന്ന ഡയലോഗ്സും അതും അതിൻ്റെ പ്രസൻറ്റേഷനും എല്ലാം പുള്ളി കലക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബേസിലിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നി. പടവും കൊള്ളാം, കഥയെല്ലാം കൊള്ളാം. ഒരു ശ്രീധരൻ ബേസിൻ്റെ കഥയാണ്. കൊല്ലത്തൊരു റൂറൽ ഏരിയ നടക്കുന്നത്. അവിടെ ഉള്ളവർക്കും ആ കഥയെപ്പറ്റി, നാടിനെപ്പറ്റി കേട്ടവർക്കെല്ലാം ആ സിനിമയെപ്പറ്റി, ആ കഥയെപ്പറ്റി അറിയാം. അങ്ങനെയുള്ളവർക്ക് ഏതായാലും പടം പിടിക്കും. പെർഫോമൻസ് ബേസിലെ സജിന ലിജോ മോള് എല്ലാവരും കലക്കിയിട്ടുണ്ട്. സജിൻ ഒരു വാഗ്ദാനമായിട്ട് തീർന്നിരിക്കും കേട്ടോ മലയാള സിനിമയ്ക്ക്. അടിപൊളിയായിരിക്കും. ഇനി പുള്ളിയുടെ കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കിടിലനാണ്. കിടിലം എന്ന് വെച്ചാൽ ഒരു ബോറിംഗ് ഇല്ല. ഇൻട്രോയിൽ ഒരു ചെറിയൊരു എന്തോ തോന്നുന്നു. ഇൻട്രോയിൽ കഴിഞ്ഞ് പടം വേറെ ലെവലായി. അടിപൊളി കേട്ടോ, ഉഗ്രം. പൊന്മാൻ നല്ലൊരു ചിത്രം. നമ്മുടെ ബേസിൽ ജോസഫിൻ്റെയും അതേപോലെ സജിൻ ഗോപിയുടെയും ലിജോ മോളുടെയും മത്സരിച്ചുള്ള അഭിനയം, അതേപോലെ തന്നെ ദീപക്, ആനന്ദ്, അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് പൊന്മാൻ. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷിച്ച് ഒരു ലാഗുമില്ലാതെ നമ്മുടെ കുടുംബത്തിലും അതേപോലെ പരിസരത്തും നടക്കുന്ന ഒരു കഥ, ഇപ്പോഴും പ്രശസ്തിയുള്ള ഒരു കഥ, നല്ല രീതിയിൽ തന്നെ നല്ല രചനയിലും അതേപോലെ തന്നെ സംവിധാന മികവിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം ദൃശ്യഭംഗിയുടെ കാര്യത്തിലായാലും നല്ല ക്യാമറ വർക്ക് എല്ലാം ചേർന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് പൊന്മാൻ. എല്ലാ ഒരു ലൈഫ് റിലേറ്റഡ് കാര്യങ്ങളും പടത്തിൽ എടുത്തു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയണത് സജിൻ ഗോപും ഈ ബേസിലുമായിട്ടുള്ള എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. സജിൻ ഗോപു എന്നാ പറയുക, ഒരു കലാഭവണി ടച്ചൊക്കെ ചില സീക്വൻസിലൊക്കെ തരാൻ പറ്റിയിട്ടുണ്ട്. ക്ലോസപ്പ് ഷോട്ടിലൊക്കെ ഉണ്ടല്ലോ സജിൻ ഗോപുവിനുള്ള പെർഫോമൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്നു. അതായത് ക്ലൈമാക്സിലോട്ടൊക്കെ വരുന്ന സമയത്തും ഒരു തിരിഞ്ഞുള്ള നോട്ടം, അതുള്ള ബേസിൽ കണ്ടുപിടിക്കണം. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിലിൻ്റെ ആ സ്റ്റോറി സെലക്ഷൻസ് ഇതുവരെ ലാസ്റ്റ് വന്നേക്കുന്ന പടങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മമ്മൂട്ടി പടങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു അതുപോലെ, അല്ലെങ്കിൽ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, സ്റ്റോറി സെലക്ഷനിൽ ബേസിലിന് കൈയടി കൊടുക്കണം. ഇവർ തമ്മിലുള്ള കോംബോ സീൻസ്, ഈഗോ ക്ലാഷൊക്കെ നല്ല രീതിയിൽ പടത്തിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. അത് തിയേറ്ററിൽ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഒരു കൈയടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എക്സ്പെഷ്യലി നല്ല തീയായിട്ട് പോയിട്ടുണ്ട്. ബേസിലിൻ്റെ ഒരു റൂമിൽ നിന്നുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. വൗ എന്ന് തന്നെ പറയാൻ പറ്റും. ബേസിലിൻ്റെ അടിപൊളി ഒരു പെർഫോമൻസ്. ഒരു റൂമിൽ നിന്നുള്ള ഒരു ഷോട്ട് വരുന്നത്, ഒരു സീക്വൻസ് വരുന്നത്. ടോട്ടലി പറയുകയാണെങ്കിൽ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്. നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും. പിന്നെ വിട്ടുപോയത് ജസ്റ്റിൻ വർഗീസ് മ്യൂസിക്. ജസ്റ്റിൻ വർഗീസ് അസാധ്യ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു രക്ഷയില്ല. സോ സൂപ്പർ മൂവി. ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ട്, പക്ഷേ ലാസ്റ്റൊക്കെ ആയി വരുമ്പോൾ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. ഭയങ്കര പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിൻ ഗോപുക്ക് ഒരു രക്ഷയില്ല. അടിപൊളി കോമഡി ഒന്നുമല്ല, നമ്മളിപ്പോൾ കണ്ടു കാണുന്ന കുറേ ഒരു ഫീൽ ഗുഡ് മൂവീസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മൂവിയാണ്. ഓക്കെ, നല്ല അടിപൊളി സിനിമ. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഷാരൻ ബേസിൽ ജോസഫിൻ്റെ പടം അടിപൊളിയായി. ഭയങ്കര നല്ല മൂവിയാണ്. ഒരു കോമഡി അല്ല, കോമഡി പ്രതീക്ഷിച്ച് പോകണ്ട. എന്നാലും നല്ലൊരു ഭയങ്കര ഇമോഷണൽ പടമാണ്. അതിൻ്റെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള പടമാണ്. ഭയങ്കരമായിട്ട് മറ്റേ കൊല്ലംകാരുടെ അവരുടെ ഒരു ജോണർ, അതെ, സ്റ്റൈൽ കാണിക്കുന്ന ഒരു പടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. അടിപൊളിയായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ മലപ്പുറമാണ്, കൊല്ലത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ് അങ്ങനത്തെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ പടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയത്. ഭയങ്കരമായ പടം, അടിപൊളി പടം. അഭിനയ മുഹൂർത്തമുള്ളൊരു ഇത് തന്നെ കിട്ടി. ബേസിൽ ഒരു എന്താ പറയുക, വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബേസിൽ. ഒരു നല്ല സ്റ്റോറിയാണ്, നന്നായിട്ട് അഭിനയിക്കാനും പറ്റിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്,
നല്ല ഒരു നമുക്കൊരു മനസ്സ് നിറഞ്ഞിറങ്ങി വരും. നല്ല അടിപൊളി അഭിനയം. ബേസിലിൻ്റെ എൻ്റെ അഭിപ്രായം ഇതുവരെ അഭിനയിച്ചാലും ഏറ്റവും ടോപ്പ്. നമുക്കൊരു മനസ്സ് തട്ടുന്ന ഒരു അഭിനയം ഉണ്ടല്ലോ, ഒരു നമുക്കൊക്കെ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നില്ല, ഒരു അത്രയ്ക്കൊരു നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചത്. നന്നായിട്ടുണ്ട്. ഒരു വിജയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നല്ല അടിപൊളി ഫാമിലി മൂവിയാണ്. സൂപ്പർ സിനിമയാണ്. ഒരു ലാഗായിട്ടോ ഒരു ഇതായിട്ടോ ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ മൂവി, കണ്ടിരിക്കാം. നമ്മളെ മനസ്സ് നിറഞ്ഞിറങ്ങി വരും.